നമസ്കാരം. പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഏപ്രിൽ മാസം ആരംഭിക്കാറായി. ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി പറയാം. പരമശിവന്റെ കടാക്ഷമുള്ള ഈ നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ പരമശിവന്റെ കൃപാ കടാക്ഷത്താൽ കൂടി ഏപ്രിൽ മാസത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നീചഭംഗ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്ന മാറ്റങ്ങൾ നിസാരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായ അവസരങ്ങൾ ഇവര് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത്തരമൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മാസം ചെയ്യേണ്ടതായി വരാം. ആ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ആ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. കൂടാതെ അത് പല കാര്യങ്ങളും അംഗീകരിക്കുന്ന തരത്തിലുള്ള അനുകൂലമായ സമയമാണ് ഇത്. നിങ്ങൾ പറയുന്നതായ പല കാര്യങ്ങളും മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ സമയം. അതിനാൽ തന്നെ ഈ സമയം തികച്ചും അനുകൂലമാണ് എന്ന് പറയാം. നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും നടക്കാം. സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന ചില ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകരമാകും. ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങളായി മാറും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് അനുകൂലമായ ഒരു കാര്യമായി തന്നെ പറയാം. ശുഭകരമാണ് ഈ സമയം. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുക. നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. എല്ലാം ശുഭമായി ഭവിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭകരമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് നീചഭംഗ രാജയോഗം ചില നേട്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒരു പരിധിവരെ അകലും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങളുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പറ്റില്ല, ചില മാറ്റങ്ങൾ വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാൻ അനുകൂലമായ സമയം തന്നെയാണ് ഇത്. മാറ്റങ്ങൾ വന്നു ചേരാം. പണം നിക്ഷേപിക്കുന്നവരാണ് എങ്കിൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ലാഭം വരും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാരണം നിക്ഷേപങ്ങൾക്ക് ഉത്തമമായ സമയം തന്നെയാണ് ഇത്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലാണ് ലാഭങ്ങൾ വന്നു ചേരുക. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. അത് നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പളം കൂടുതലായി ലഭിക്കുക, അതല്ല എങ്കിൽ തൊഴിൽ മേഖലയിൽ നിന്നും ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക. അത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം.
ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും കൈപ്പിടിയിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. സന്തോഷം, ശുഭവാർത്തകൾ തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അശ്രദ്ധ സംഭവിച്ചാൽ ചില കാര്യങ്ങൾ നഷ്ടമാകുവാൻ, ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ശുഭകരമായ ദിവസങ്ങൾ നേരുന്നു. പരമശിവനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. കൂടാതെ നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. തിങ്കളാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ്. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം എന്ന് പറയാം. കാരണം പല വിധത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നീചഭംഗ രാജയോഗം തന്നെ ഇവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായി ചില ബാധ്യതകൾ, കൈവായ്പകൾ, അത്തരത്തിൽ പല ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചിലതെല്ലാം നിങ്ങൾക്ക് തീർക്കുവാനോ അല്ലെങ്കിൽ അല്പം സമയം നീട്ടി ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ക്ലേശങ്ങൾക്കും അല്പം അയവുണ്ടാകുന്നതായ സമയമാണ്. പരമശിവന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കുവാനും കടങ്ങൾ വീട്ടുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്നു നൽകും. കൂടാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ഐശ്വര്യങ്ങൾ, അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾ കാക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരം. കൂടാതെ ഈ സമയം ജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. അത്തരത്തിൽ അനുകൂലമാണ് സമയം. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം അവസാന പകുതി, തിരുവോണം, അവിട്ടം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇവർക്ക് നീചഭംഗ രാജയോഗം മൂലം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നതായ അവസരമാണ്. സാമ്പത്തികപരമായ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അഭിമാനം കൊള്ളുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങളും സ്വീകാര്യതയും വർദ്ധിക്കുന്നതാകുന്നു. ഈ സമയം കടം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത അല്പം കുറവാണ്. തീരെയില്ല എന്നല്ല പറയുന്നത്, സാധ്യത തുലവും കുറവാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിന്റെ ആവശ്യം വരില്ല എന്ന് തന്നെ പറയാം. ധനപരമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുവാൻ മടിച്ചു നിൽക്കുന്നതായ അവസ്ഥ മാറുന്നതാണ് എന്ന കാര്യവും ഓർക്കുക. പരമശിവനെ ആരാധിച്ച് ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൊതുവെ സന്തോഷകരമായ കാര്യങ്ങൾ, ശുഭവാർത്തകൾ തേടി വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല അപകടങ്ങളും ഒഴിഞ്ഞു പോകുന്നതായ സമയം കൂടിയാകുന്നു. നിത്യവും പരമശിവനെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോകണം.
പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. സാധിക്കുന്നതായ അവസരങ്ങളിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് ഭഗവാന് വെളുത്ത പുഷ്പം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത്. തീർച്ചയായും ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കും.